അവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോ കാണുന്നവര് ഒരിക്കലും യാദൃച്ഛികമായിട്ട് കാണുന്നതല്ല. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്കുള്ള ഒരു വിളിയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുന്നവർ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ളവർ മാത്രമായിരിക്കും. നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും വല്ലാത്തൊരവസ്ഥയിൽ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പോസിറ്റീവ് ആകാൻ ശ്രമിക്കുന്നു, നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നു, എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരുന്നില്ല, നിങ്ങളെ സഹായിക്കാൻ ആളുകൾ വരുന്നില്ല, നിങ്ങളുടെ ബന്ധങ്ങൾ ശരിയാകുന്നില്ല, നിങ്ങളുടെ ആരോഗ്യം ഇംപ്രൂവ് ആകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കും, യൂണിവേഴ്സ് എന്നെ ഇഗ്നോർ ചെയ്യുകയാണോ, യൂണിവേഴ്സ് എന്നെ ഒഴിവാക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നും, ഇല്ലേ? നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയുക. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, യൂണിവേഴ്സ് എന്നെ ഇഗ്നോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾ യൂണിവേഴ്സിനെ കുറ്റം പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരു സന്ദേശം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയല്ലേ? റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഒന്നാമത്തേത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. യൂണിവേഴ്സ് ഒരിക്കലും ഒരാളെയും ഒഴിവാക്കുന്നില്ല. യൂണിവേഴ്സ് മൗനമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് റിജക്ഷൻ അല്ല, അതൊരു പണിഷ്മെന്റ്, ഒരു ശിക്ഷയുമല്ല. സൈലൻസ് എന്ന് പറയുന്നത്, മൗനം എന്ന് പറയുന്നത്, യൂണിവേഴ്സിന്റെ മൗനം എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്, ഒരു അടയാളമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ മൊബൈല് നമ്മുടെ മൊബൈല് സൈലന്റ് മോഡിലാണെങ്കിൽ കോൾ വന്നില്ല, അല്ല നമ്മൾ കേൾക്കുന്നില്ല, അല്ലേ? നമ്മൾ വിചാരിക്കും ഒരാൾ ഇപ്പൊ നമ്മൾ വിളിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ, പക്ഷെ നമ്മുടെ മൊബൈല് സൈലന്റ് മോഡിലാണെങ്കിൽ നമ്മൾ കേൾക്കില്ല, ഇല്ലേ? നമ്മൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾ എന്നെ വിളിക്കാത്തതാണെന്ന്, പക്ഷെ നമ്മുടെ മൊബൈൽ സൈലന്റിൽ ഇരിക്കുകയാണ് എന്ന് നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല. അയ്യോ, എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അതുപോലെയാണ് നമ്മുടെ യൂണിവേഴ്സും പ്രവർത്തിക്കുന്നത്. നമ്മളെ യൂണിവേഴ്സ് വിളിക്കുന്നുണ്ട്, നമ്മള് സൈലന്റില്, അതായത് യൂണിവേഴ്സ് ഇപ്പൊ സൈലന്റ് ആണ് എടുത്തിരിക്കുന്നത്, സൈലൻസിലാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് അറിയുന്നില്ല. പക്ഷെ അത് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്കത് അറിയാമെന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഇന്ന് ഞാൻ അതിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. യൂണിവേഴ്സ് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കേൾക്കാനായിട്ട് റെഡി ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും തീരുമാനം എടുക്കുക, യൂണിവേഴ്സ് പറയുന്നത് കേൾക്കാൻ ഞാൻ റെഡിയാണ്. താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം റെഡി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യൂ. യൂണിവേഴ്സ് നിങ്ങളുടെ ഡിക്ലറേഷൻ കേൾക്കട്ടെ. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, വേർഡ്സ് അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, എനർജിയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ, യൂണിവേഴ്സ് എനിക്കൊരു വീട് വേണം, എനിക്കൊരു കാറ് വേണം, എനിക്കൊരു ജോലി വേണം, ഇങ്ങനെ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ എനർജിയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നത് എന്താണ്? എനിക്ക് പണം വേണം, എനിക്ക് നല്ല ജീവിതം വേണം, ഐ ആം സക്സസ്ഫുൾ, ഇങ്ങനെയൊക്കെ നമ്മൾ. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്തായിരിക്കും? എനിക്ക് പണം കിട്ടുമോ? ഒരു ഭയം, അല്ലേ? എനിക്ക് നല്ല ജീവിതം കിട്ടുമോ? ഒരു സംശയം, എനിക്കിത് നടക്കുമോ? എനിക്കിത് അർഹതയുണ്ടോ? അപ്പൊ യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളുടെ വാക്കുകൾ കേൾക്കില്ല, നിങ്ങളുടെ എനർജിയാണ് കേൾക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ പോസിറ്റീവ്, പക്ഷെ എനർജി നെഗറ്റീവ് ആണെങ്കിൽ യൂണിവേഴ്സിന് മിക്സ്ഡ് സിഗ്നൽ ആണ് ലഭിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ വാക്കുകളെല്ലാം പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ചിന്തകൾ, നിങ്ങളുടെ എനർജി നെഗറ്റീവ് ആണെങ്കിൽ മിക്സ്ഡ് സിഗ്നൽ ആയിട്ട് നിങ്ങൾക്ക് അത് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ യൂണിവേഴ്സ് കൺഫ്യൂസ് ആകുന്നില്ല, പക്ഷെ യൂണിവേഴ്സിന് ക്ലിയർ ആയിട്ടുള്ള ഒരു സിഗ്നൽ കിട്ടുന്നില്ല. അതാണ് യൂണിവേഴ്സിന്റെ മൗനത്തിന് കാരണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത്തെ കാരണം മനസ്സിലായി എന്ന് നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്യൂ കമന്റിൽ. രണ്ടാമത്തെ കാരണം എന്താന്ന് വെച്ചാൽ, ഒന്ന് സത്യമായിട്ട് ചോദിക്കാം, നമ്മൾ പ്രെയർ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ്? അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് സത്യമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് പ്രെയർ ചെയ്യുന്നത്? ദൈവമേ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. ഓക്കെ, അപ്പൊ ഇതെന്ന് വെച്ചാൽ ഡെസ്പിരേഷൻ ബ്ലോക്കാണ്. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണ്, ദൈവമേ എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും, എനിക്ക് ആ പണം ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഇതൊരു പ്രെയർ അല്ല, ഇതൊരു ഡെസ്പിരേഷൻ ആണ്. എന്താണ് ഡെസ്പിരേഷൻ? ഡെസ്പിരേഷൻ എന്നത് എനിക്ക് ഇല്ല എന്ന ഡിക്ലറേഷൻ ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഡെസ്പിരേഷൻ എന്നത് എനിക്ക് ഇല്ല എന്ന ഒരു ഡിക്ലറേഷൻ ആണ്. അപ്പൊ യൂണിവേഴ്സൽ ലോ അനുസരിച്ച് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ആസ്ക്, അതായത് നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, പക്ഷെ വിശ്വാസമില്ലാതെ ചോദിക്കുന്നതാണ് ബ്ലോക്കായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ലഭിക്കാതെ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല ശാന്തമായ എനർജിയിൽ ഇരിക്കുക, നമ്മൾ മൗനത്തിൽ നന്നായിട്ട് വിശ്വസിക്കുക, അതുപോലെ പേഷ്യൻസ്, ക്ഷമയോടെ ഇരിക്കുക. ഇതാണ് യൂണിവേഴ്സിനെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തരുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ആണ്. കോൺഷ്യസ് മൈൻഡ് പറയുന്നത് എനിക്ക് സക്സസ് വേണം, എനിക്ക് പണം വേണം എന്നായിരിക്കും. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് പണം പ്രശ്നമുണ്ടാക്കും, നമുക്ക് വിജയം ലഭിച്ചാൽ ആളുകൾ നമ്മളെ വെറുക്കും, റിലേഷൻഷിപ്പ് പെയിൻ തരും. ഇതൊക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും ഒരു മാച്ച് ഇല്ലാത്തതുകൊണ്ട് യൂണിവേഴ്സ് ഏത് കേൾക്കും? സബ് കോൺഷ്യസ് മൈൻഡാണ് കൂടുതലായിട്ട് യൂണിവേഴ്സ് കേൾക്കുന്നത്. ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്, അതായത് ചൈൽഡ്ഹുഡിലുണ്ടായ പ്രോബ്ലംസ്, അതുപോലെ സൊസൈറ്റി ബിലീവ്സ്, പാസ്റ്റ് ഫെയിലിയേഴ്സ്, അപ്പം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന എന്തെങ്കിലും അന്ധമായ വിശ്വാസങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പഴയകാല ഫെയിലിയേഴ്സ്, അതായത് തോൽവികൾ, ഇവയൊക്കെയാണ് റിയൽ ബ്ലോക്കായിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ വിശ്വസിപ്പിക്കുക എന്നതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എനർജിയിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ഇവയാണ് റിയൽ ബ്ലോക്ക്. അപ്പൊ യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താന്ന് വെച്ചാല്, നിങ്ങൾ പറയുന്നത് ഒക്കെ ഞാൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ സേഫ് ഫീൽ ചെയ്യുന്നില്ല, ഫീൽ ചെയ്ത് പറയുന്നില്ല, അതുകൊണ്ടാണ് അത് സക്സസിലേക്ക് പോകാത്തത്. ഓക്കെ, ഇപ്പൊ നാലാമത്തെ കാരണമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. യൂണിവേഴ്സ് നമ്മൾക്ക് ബ്ലെസ്സിങ്സ് തരുന്നതിന് മുൻപ് നമ്മളെ ടെസ്റ്റ് ചെയ്യും, നമ്മളെ ഒന്ന് പരീക്ഷിക്കും. എങ്ങനെയാണ് ടെസ്റ്റുകൾ വരുന്നത്? സഡൻലി പെട്ടെന്ന് നമുക്ക് പണത്തിന്റെ അഭാവം ഉണ്ടാവും, പണം കുറയും, പിന്നെ നമുക്ക് സപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാതാകും, പിന്നെ നമ്മുടെ കോൺഫിഡൻസ്, അതായത് ആത്മവിശ്വാസം തകരും. അതുപോലെ നമ്മളെല്ലാവരും ഡൗട്ട് ചെയ്യും, അവരെന്നെ സഹായിക്കുമോ, ഇവരെന്നെ സഹായിക്കുമോ, ഇങ്ങനെയൊക്കെ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ ആ പരീക്ഷണങ്ങളിൽ പെട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും? നമുക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് ഒന്നും തരുന്നില്ല. പക്ഷെ ഇതെല്ലാം ടെസ്റ്റുകളാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ റിസൾട്ട്, അതായത് നമ്മളിപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഇത് കിട്ടിയാലേ ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുകയുള്ളൂ, എനിക്ക് അത് ലഭിച്ചാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, ഇങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാകില്ല. അതായത് നമ്മൾ ഒരു റിസൾട്ട് വരാതെ തന്നെ, കാണാതെ തന്നെ നമ്മൾ യൂണിവേഴ്സിൽ ബിലീവ് ചെയ്യുന്നുണ്ടോ? അതായത് ഓരോ കണ്ടീഷൻ നമുക്ക് യൂണിവേഴ്സ് വെക്കുമ്പോഴും അതിൽ നമ്മൾ ശാന്തതയോടെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ 90% ആളുകളുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഒരു ടെസ്റ്റ്, അതായത് യൂണിവേഴ്സിന്റെ ഒരു ടെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് യൂണിവേഴ്സിന്റെ ടെസ്റ്റിനെ കുറിച്ചിട്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് കാണുക, കാണാത്തവര്. ഓക്കെ, അപ്പം യൂണിവേഴ്സിന്റെ ടെസ്റ്റ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യും? ക്വിറ്റ് ചെയ്യും, നമ്മൾ ഒഴിവാക്കും, ഇല്ലേ? 90% ആളുകളും എന്ത് ചെയ്യും? നമ്മുടെ യൂണിവേഴ്സിന്റെ ടെസ്റ്റിൽ വിജയിക്കില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് ഒത്തിരി പ്രോബ്ലംസ്, പരാതികൾ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതങ്ങ് വിട്ടുകളയും, പിന്നെ അത് ചെയ്യത്തില്ല. ഇപ്പൊ അഫർമേഷൻ പറയാൻ പറഞ്ഞാൽ ഒരാഴ്ച ചെയ്യും, വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയും. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറയും, ഒരു 3 days എഴുതും, പിന്നെ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അത് എല്ലാം ഒഴിവാക്കും. അതുകൊണ്ടാണ് നമുക്ക് യൂണിവേഴ്സിന്റെ ടെസ്റ്റിൽ നമ്മളപ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം ഒരു 10% ആളുകൾ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും, അവർ മാത്രം യൂണിവേഴ്സിന്റെ ടെസ്റ്റിൽ പാസ്സാകും. അപ്പൊ അവർക്കാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക. അതുപോലെ കാരണം, 5ാമത്തെ കാരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രെയർ മാത്രം പോരാ, വിഷ്വലൈസേഷൻ മാത്രം പോരാ, അഫർമേഷൻ മാത്രം പോരാ. യൂണിവേഴ്സിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നമുക്ക് 10 സ്റ്റെപ്പ് നമുക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സിലൂടെ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ ആക്ഷൻ പോലും നമ്മുടെ എനർജിയെ മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷനെങ്കിലും നമ്മൾ എടുക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിന്റെ വാതിലുകൾ തുറക്കുകയുള്ളൂ. ഒരു സ്മാൾ ആക്ഷൻ എടുത്താൽ പോലും അതിലൊരു എനർജി മൂവ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആക്ഷൻ ഇല്ലെങ്കിൽ യൂണിവേഴ്സ് വെയിറ്റിംഗ് മോഡിലായിപ്പോവും. യൂണിവേഴ്സ് വെയിറ്റ് ചെയ്യും, നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് യൂണിവേഴ്സ് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക, യൂണിവേഴ്സ് നമ്മളെ ശിക്ഷിക്കുന്നില്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്, സംരക്ഷിക്കുകയാണ്. നമുക്ക് ഇത് ഇപ്പൊ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയ ഇതുപോലും ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് മാറും അല്ലെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ മാറും. അപ്പൊ ഇതാണ് പറയുന്നത്, ഡിലേ എന്ന് പറയുന്നത് ഒരിക്കലും ഡിനൈൽ അല്ല. ഡിലേ എന്ന് പറയുന്നത് ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻ സ്ലോ ആയിട്ട് മനസ്സിൽ പറയുക. യൂണിവേഴ്സ് എന്നെ ഇഗ്നോർ ചെയ്യുന്നില്ല, യൂണിവേഴ്സ് എന്നെ പ്രിപ്പയർ ചെയ്യുന്നു. 3 തവണ പറയുക. യൂണിവേഴ്സ് എന്നെ ഇഗ്നോർ ചെയ്യുന്നില്ല, യൂണിവേഴ്സ് എന്നെ പ്രിപ്പയർ ചെയ്യുന്നു, യൂണിവേഴ്സ് എന്നെ ഇഗ്നോർ ചെയ്യുന്നില്ല, യൂണിവേഴ്സ് എന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് 3 തവണ പറയുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നെഞ്ചിൽ കൈവച്ച് പറയൂ, യൂണിവേഴ്സ് ഞാൻ റെഡിയാണ് റിസീവ് ചെയ്യാൻ, യൂണിവേഴ്സ് ഞാൻ റെഡിയാണ് റിസീവ് ചെയ്യാൻ. എന്നിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക, യൂണിവേഴ്സ് ഞാൻ റെഡിയാണ് റിസീവ് ചെയ്യാൻ എന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ എക്സ്പെക്ടേഷൻസ്, അതായത് നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഒന്ന് കുറച്ച് മാറ്റിവെക്കുക. നമ്മൾ ട്രസ്റ്റിൽ വിശ്വസിക്കുക. എന്താണ് അതായത് നമ്മൾ ട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, വിശ്വാസം. നമ്മൾ വിശ്വസിക്കുക, നന്നായിട്ട് വിശ്വസിക്കുക. അതുപോലെ നമ്മുടെ മൗനമായിട്ടിരിക്കുന്ന യൂണിവേഴ്സ് ഒന്നും നമുക്ക് തിരികെ തരുന്നില്ല, യൂണിവേഴ്സ് മൗനത്തിലാണ് എന്ന് വിചാരിച്ച് അതിൽ നിങ്ങൾ ഭയപ്പെടരുത്. യൂണിവേഴ്സ് ഓക്കെ, സൈലൻസ്. ഒരു ദിവസം യൂണിവേഴ്സ് നമ്മുടെ മുന്നിൽ ബ്ലെസ്സിങ്സ് തുറന്നിരിക്കും. വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അന്നത്തെ ദിവസം, അന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ദിവസം ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ഓർക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർ കമന്റിൽ ഐ ആം റെഡി എന്ന് എഴുതുക. ഐ ആം റെഡി. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ യൂണിവേഴ്സ് ടെസ്റ്റ് ഫേസ് സ്കിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഓക്കെ, അപ്പം നമ്മുടെ ആ യൂണിവേഴ്സൽ എനർജി നമുക്ക് എങ്ങനെയൊക്കെ ലഭിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും എനിക്കൊരു ക്ലബ്ബുണ്ട്, ഒരു വാട്സപ്പ് ക്ലബ്ബുണ്ട്, യൂണിവേഴ്സൽ ക്ലബ്ബാണ്, ഹാപ്പിനെസ് ക്ലബ്ബ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനൊരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക. രാവിലത്തെ മെഡിറ്റേഷൻ ക്ലാസ്, വൈകുന്നേരത്തെ ഹാപ്പിനെസ് ക്ലബ്ബ് ക്ലാസ്, ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. ഹാപ്പിനെസ് ക്ലബ്ബിൽ കയറിയിരുന്നാൽ നിങ്ങൾക്ക് ഒത്തിരി അറിവുകൾ ലഭിക്കും. കീപ് ഗോയിങ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.